ഇപ്പൊ ഒരു സിനിമ മേഖലയെ ചുറ്റിപ്പറ്റി തന്നെ ഇപ്പം ഹണി റോസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോ സോഷ്യൽ മീഡിയ ഇപ്പൊ വൈറലായി ഇരിക്കുകയാണ്. അവർക്കെതിരെയുള്ള ഒരു ബോഡി ഷേമിങ്, വസ്ത്രധാരണ വെച്ച് തന്നെ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ തന്നെ ഇത്രയധികം ബോഡി ഷേമിന് ഇരയാവുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് തന്നെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, അതൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണത്. കാരണം നമ്മളിപ്പോഴും 2024 തന്നെയാണോ ജീവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ പൊതുസമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്, അതും ഇത്രയും പ്രഗത്ഭരായിട്ടുള്ളവരുടെ വായിൽ നിന്ന് ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള പദങ്ങൾ വരുമ്പോൾ നമ്മളത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. കാരണം അദ്ദേഹം ഇപ്പോൾ ഈ ഒരു വാക്ക് ഉച്ചരിച്ചാണ്, അദ്ദേഹം പറഞ്ഞ വേർഡുകൾ പോലും അത്ര നമുക്കത് മോശമായിട്ടുള്ള ഒരു പദമാണ്. നടി എന്നുള്ളതിന് മറ്റൊരു തരത്തിലേക്ക് അത് അദ്ദേഹം വ്യാഖ്യാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് എന്നുള്ള രീതിയിലാണ്, നടികളെല്ലാം ഇതാണ് എന്നുള്ള ഒരു ധ്വനി അതിനകത്ത് വരുന്നുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പുള്ളി അത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹണീനെ സംബന്ധിച്ച്, ഹണിയെന്നല്ല, ഇവനിപ്പോൾ ഇന്ത്യയിലല്ല, ലോകത്ത് എവിടെ ജനിച്ച ഒരാൾക്കും അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം അവരുടെ കയ്യിലാണ്. എനിക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്നത് ഞാൻ യൂസ് ചെയ്യും, എന്നെ നോക്കണ്ടെന്ന് വിചാരിച്ചാൽ പോരെ. അത് ചെയ്യുന്നില്ല. എന്തിനാ നോക്കി നിൽക്കുന്നത്? ഇവർക്ക് വീട്ടിൽ ഭാര്യമാരില്ലേ, അല്ലെങ്കിൽ കാമുകിമാരില്ലേ? ഇവരെന്തിനാണ് ഈ വായി നോക്കുന്നത്? ഇപ്പൊ തന്നെ ഞാൻ വളരെ അടുത്ത ഒരു സുഹൃത്ത് ആ പോസ്റ്റിനെതിരെ ഒരു പോസ്റ്റ് അങ്ങേരുടെ ഒരു റീലായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുമായിരുന്നു, താങ്കൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ദുബായ് പോലത്തെ ഒരു നഗരത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഇതുപോലുള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ അത്രത്തോളം ഇടുങ്ങിയ മനസ്സല്ലേ അദ്ദേഹത്തിൻ്റെത്, അല്ലേ? അപ്പം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഈ ഗ്ലാമറിന്റെ ലോകത്ത് ജീവിക്കുന്നു എന്ന് പറയും. നമ്മളൊക്കെ ഈ ദുബായ് നാളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് ഒന്നുമല്ല അവിടെ. നമ്മളീ പറയുന്നത് അങ്ങ് ഒന്നുമല്ല. നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലണമെന്നേ എന്നും പറഞ്ഞുകൊണ്ട് നഗ്നത പ്രദർശിപ്പിച്ച് നടക്കണമെന്നല്ല പറയുന്നത്. ഒരിക്കലും നഗ്നത പ്രദർശിപ്പിച്ച് അവൾ നടന്നിട്ടില്ല. പക്ഷെ അവളുടെ ബോഡിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അവൾക്കാണ്. അതിനെ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് മറ്റൊരു പേരുമായിട്ട് ഉപമിക്കുക, മറ്റാളുകളുമായിട്ട് ഉപമിക്കുക, അത് വീണ്ടും ഒരു വലിയ തമാശ ഞാൻ പറഞ്ഞു, ഇത് കേട്ട് നിങ്ങൾ ചിരിക്കൂ എന്നുള്ള രീതിയിൽ പൊട്ടിച്ചിരിക്കുക, ഇതൊക്കെ ആ കുട്ടീനെ അവഹേളിക്കുന്നതിന് തുല്യമല്ലേ? പ്രതികരിക്കേണ്ട അടുത്ത് നമ്മൾ പ്രതികരിക്കണം.